ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജിയിലെ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിനെ കുറിച്ചാണ്. ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൽ വരുന്ന സൈക്കിൾസിൻ്റെ ഒരു സമ്മറിയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ്, നൈട്രജൻ സൈക്കിൾ ആൻഡ് കാർബൺ സൈക്കിൾ ഇത്രയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. പിന്നെ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള MCQs ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്നുള്ള MCQs നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ചില കെമിക്കൽ എലമെൻറ്റ്സ് ഇവയുടെ സൈക്ലിക് മാനറിലുള്ള സർക്കുലേഷനെയാണ് നമ്മൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽസ് കെമിക്കൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗാനിസത്തിൻ്റെയും സർവൈവലിന് അതുപോലെ അവയുടെ നോർമൽ ഗ്രോത്തിനും വളരെയധികം ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ്. അത് നമുക്ക് ന്യൂട്രിയൻസ് എന്ന് പറയാം. ഈ ന്യൂട്രിയൻസ് തന്നെ മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ ഇത്തരം ന്യൂട്രിയൻസിൻ്റെ സൈക്ലിക് മാനറിലുള്ള ഒരു ചലനത്തെയാണ് നമ്മൾ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഈ സൈക്കിൾസിൽ സാധാരണയായിട്ട് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട്. അതുപോലെ എല്ലാത്തരം ലൈഫ് ഓർഗാനിസംസും ഇതിനകത്ത് വരുന്നുണ്ട്. ടെറസ്ട്രിയലായിട്ട് നടക്കുന്നവയുണ്ട്, എന്നാൽ അക്വാട്ടിക് എൻവയോൺമെൻറ്റിൽ നടക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസ് നടക്കുന്നത്. ഇവയുടെ ഈ സൈക്കിളിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്കോസിസ്റ്റത്തിലെ ബേസിക് ലെവൽ മുതൽ ഹയർ ലെവൽ വരെയുള്ള എല്ലാ ഓർഗാനിസത്തിനും ആവശ്യമായ ന്യൂട്രിയൻസ് എത്തിക്കുക എന്ന് തന്നെയാണ് ഈ സൈക്കിൾസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. കാരണം ഏറ്റവും കൂടുതൽ ഓർഗാനിസംസ് ഇൻവോൾവ് ആകുന്നതും ഏറ്റവും കൂടുതൽ സ്റ്റെപ്സ് ഉള്ളതുമായ ഒരു സൈക്കിളാണ് നൈട്രജൻ സൈക്കിൾ. അത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാർബൺ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, സൾഫർ സൈക്കിളൊക്കെ എക്സെട്ര. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടത് നൈട്രജൻ സൈക്കിൾ തന്നെയാണ്. അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം വന്നിരിക്കുന്നതും ഇതുവരെ ചോദിച്ചിട്ടുള്ളതും. ഇനി ഈ ബയോ ജിയോ കെമിക്കൽ സൈക്കിൾസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഗേഷ്യസ് സൈക്കിളുണ്ട്, സെഡിമെൻ്ററി സൈക്കിളുണ്ട്. ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ആ സൈക്കിളിൻ്റെ ഒരു ഭൂരിഭാഗം നടക്കുന്നു അല്ലെങ്കിൽ ആ സൈക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗേഷ്യസ് ഫോമിനെ അല്ലെങ്കിൽ അന്തരീക്ഷത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ സൈക്കിൾ പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ആ സൈക്കിളിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയലിൻ്റെ റിസർവെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവ സംരംഭിക്കപ്പെടുന്നത് പ്രത്യേകിച്ചും അന്തരീക്ഷത്തിലായിരിക്കും. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഗേഷ്യസ് സൈക്കിൾ വരുന്നതാണ് നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ സംഭരിക്കുന്നത് എവിടെയാണ്? കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്ന അന്തരീക്ഷത്തിലാണ്. പിന്നെ ഓക്സിജൻ അന്തരീക്ഷത്തിലാണ്, കാർബൺ അന്തരീക്ഷത്തിലാണ്, വാട്ടർ വേപ്പേഴ്സ് കാണപ്പെടുന്ന എവിടെയാണ്? അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ഇവയെല്ലാം തന്നെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗേഷ്യസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഗേഷ്യസ് സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ സെഡിമെൻ്ററി സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന അല്ലെങ്കിൽ ആ സൈക്കിളിന് എക്സാമ്പിളായിട്ട് വരുന്നത് ഇവയെല്ലാം തന്നെ സൾഫർ സൈക്കിൾ, ഫോസ്ഫറസ് സൈക്കിൾ, റോക്ക് സൈക്കിൾ എക്സെട്ര. ഇവയെല്ലാം തന്നെ കാണപ്പെടുന്നത് ഒന്നെങ്കിൽ പാറകളിലായിരിക്കും ഇവ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സെഡിമെൻ്റായിട്ട് അടിഞ്ഞുകൂടി അതിൽ നിന്നുമാണ് ഇതൊരു സർക്കുലേഷനിലേക്ക് അല്ലെങ്കിൽ സൈക്ലിക് മാനറിലേക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സെഡിമെൻ്ററി സൈക്കിൾ അല്ലെങ്കിൽ ഇവ സംഭരിച്ച് വയ്ക്കുന്നത് സെഡിമെൻറ്റിലായതുകൊണ്ടാണ് അതിനെ സെഡിമെൻ്ററി സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ സൈക്കിൾ നോക്കാം, വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ ഫ്രം ഡിഫറെൻറ്റ് വാട്ടർ ബോഡീസ് ഇവാപ്പറേറ്റ്സ്, കൂൾസ്, കണ്ടൻസസ് ആൻഡ് ഫോൾസ് ബാക്ക് ടു ദ എർത്ത് ആസ് റെയിൻ. ഡിഫറെൻറ്റ് വാട്ടർ ബോഡീസിൽ നിന്നും ഇവാപ്പറേഷനിലൂടെ എന്ത് ചെയ്യും? വാട്ടർ വേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് മേളിൽ ചെന്നിട്ട് ക്ലൗഡ്സിൽ ചെന്നിട്ട് കൂളാവും. പിന്നെ അത് കണ്ടൻസേഷൻ സംഭവിച്ചിട്ട് മഴയായിട്ട് തിരിച്ചെത്തും. അപ്പോൾ ആ വാട്ടർ ബോഡിൽസിൽ നിന്നും മുകളിലേക്ക് പോയ വാട്ടർ തന്നെ തിരിച്ച് ആ വാട്ടർ ബോഡിലെത്തും. ഒരു സൈക്ലിക് മാനറിൽ അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇനി വാട്ടർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, എല്ലാ ജീവിക്കും ഈക്വലായിട്ട് വേണ്ട
ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ് വാട്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഓക്സിജൻ സൈക്കിൾ എന്ന് പറയുന്നത്. ദിസ് ബയോജിയോകെമിക്കൽ സൈക്കിൾ മൂവ്സ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ, ലിത്തോസ്ഫിയർ, ബയോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലും ഓക്സിജൻ മൂവ് നടക്കുന്നുണ്ട്, അതുപോലെ ലിത്തോസ്ഫിയറിലുണ്ട്, ബയോസ്ഫിയറുണ്ട്. ഈ 3 റീജിയനിലും കൂടിയാണിത് ഈ സൈക്കിൾ പാസ് ചെയ്ത് പോകുന്നത്. ഓക്സിജൻ എന്ന് പറയുന്നത് ഭൂമിയിൽ തന്നെ ഏറ്റവും അബണ്ടൻ്റായി കാണപ്പെടുന്ന എലമെൻ്റാണ്. അറ്റ്മോസ്ഫിയറിൽ 21% ഓക്സിജൻ തന്നെയാണ്. എല്ലാ പ്ലാന്റ്സിനും ആനിമൽസിനുമൊക്കെ അവയുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള മറ്റൊരു എസെൻഷ്യൽ മൂലകം തന്നെയാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഓക്സിജൻ്റെ സൈക്കിൾ നടക്കുന്നതെന്ന് നോക്കാം. ഓക്സിജൻ ഈസ് റിലീസ്ഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോഴേക്കും എന്താ റിലീസ് ചെയ്യുന്നത്? ഓക്സിജൻ റിലീസ് ചെയ്യും. ഈ ഓക്സിജനെ ആര് സ്വീകരിക്കുന്നുണ്ട്? ഹ്യൂമനും അതുപോലെ അതർ ആനിമൽസും ഓക്സിജനെ ഇൻഹെയിൽ ചെയ്യും. പുറത്തേക്ക് വിടുന്നത് എന്തുവാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈ ആനിമൽസൊക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആരും വീണ്ടും എടുക്കുന്നുണ്ട്? പ്ലാന്റ്സ് എടുക്കുന്നുണ്ട്. പ്ലാന്റ്സ് എടുത്തിട്ട് അവ വീണ്ടും ഫോട്ടോസിന്തസിസിന് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ വീണ്ടും ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? വീണ്ടും ഓക്സിജൻ്റെ റിലീസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സൈക്ലിക് മാനറിൽ നടക്കും. ഇതിപ്പോൾ ടെറസ്ട്രിയലിൽ കാണപ്പെടുന്നു. ഇതേ ഒരു രീതി തന്നെ അക്വാട്ടിക്കായിട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് സൈക്കിളിനും കൂടി എക്സാമ്പിൾ. കാരണം ഓക്സിജൻ കാണപ്പെടുന്നത് എങ്ങനെയാണ്? ഗേഷ്യസ് ഫോമിലായിട്ടാണ് കാണപ്പെടും. അതുപോലെ അന്തരീക്ഷമാണ് അതിൻ്റെ ഒരു റിസർവോയർ, സംരക്ഷിച്ച് വെക്കുന്ന സ്ഥലമായിട്ട് കൂടി കാണപ്പെടുന്നുണ്ട്. അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് അത് ഭൂമിയിലെത്തുന്നു, ഭൂമിയിലുള്ള ജീവജാലങ്ങളിലെത്തുന്നു, അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോകണം. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ വരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അറ്റ്മോസ്ഫിയറിലും ലിത്തോസ്ഫിയറിലും പിന്നെ ബയോസ്ഫിയറിലും ജീവജാലങ്ങൾ അടങ്ങുന്ന ആ ബയോസ്ഫിയറിലും വന്ന് അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും കൂടിയാണ് ഈ ഓക്സിജൻ സൈക്കിൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി അടുത്താണ് ഫോസ്ഫറസ് സൈക്കിൾ. ഫോസ്ഫറസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനും അതുപോലെ മൈക്രോ ഓർഗാനിസംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, ഒരു എലമെൻറ്റാണ് ഫോസ്ഫറസും. ഫോസ്ഫറസ് എന്ന് പറയുന്നത് സെഡിമെൻ്ററി സൈക്കിളിന് എക്സാമ്പിളാണ്. ഇൻ ദിസ് ബയോജിയോകെമിക്കൽ സൈക്കിൾ ഫോസ്ഫറസ് മൂവ്സ് ഫ്രം ഹൈഡ്രോസ്ഫിയർ, ലിത്തോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ഇവിടെ അറ്റ്മോസ്ഫിയർ നമ്മൾ പറയുന്നില്ല, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അറ്റ്മോസ്ഫിയർ പറയാത്തതിൻ്റെ കാരണം എന്താണ്? ഇതൊരു ഗേഷ്യസ് സൈക്കിളല്ല. ഫോസ്ഫറസ് സെഡിമെൻ്ററി സൈക്കിൾ ആയതുകൊണ്ടാണ് നമ്മളവിടെ അറ്റ്മോസ്ഫിയർ വരാത്തത്. അപ്പോൾ ഫോസ്ഫറസ് സൈക്കിൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഹൈഡ്രോസ്ഫിയറിലും ലിത്തോസ്ഫിയറിലും ബയോസ്ഫിയറിലും കൂടിയാണ്. ഇനി എങ്ങനെയാണ് എൻ്റെ സൈക്കിളിലേക്ക് നോക്കാം. ഫോസ്ഫറസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ വെതറിങ് ഓഫ് റോക്സ്. റോക്സിലാണ് ഈ ഫോസ്ഫറസ് ഉള്ളത്. അപ്പോൾ റോക്സിന് വെതറിങ് സംഭവിച്ചു കഴിയുമ്പോഴേക്കും ഫോസ്ഫറസ് അവിടെ നിന്ന് റിലീസാകും. ഡ്യൂ ടു റെയിൻസ്, ഇറോഷൻ, ഫോസ്ഫറസ് ഇസ് വാഷ്ഡ് അവേ ഇൻ ദ സോയിൽ ആൻഡ് വാട്ടർ ബോഡീസ്. മഴ പെയ്യുമ്പോഴും അതുപോലെ ഇറോഷൻ സംഭവിക്കുമ്പോഴും ഈ ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ മണ്ണിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ വാട്ടർ ബോഡിയിലും എത്തിച്ചേരുമ്പോൾ എന്ത് ചെയ്യും? പ്ലാന്റ്സും ആനിമൽസിനും ധാരാളം ഫോസ്ഫറസ് വരും. മണ്ണിലെത്തുമ്പോഴേക്കും അത് പ്ലാന്റ്സിലേക്ക് എത്തിച്ചേരും. അപ്പോൾ വെള്ളത്തിലേക്ക് അത് ലയിക്കുന്ന വഴി വെള്ളത്തിലുള്ള ഓർഗാനിസംസിനും കൂടി എത്തിച്ചേരുന്നുണ്ട്. പ്രധാനമായിട്ട് ഈ ഫോസ്ഫറസ് ആദ്യമായി സ്വീകരിക്കുന്ന ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ആണ് ഇത് ആദ്യമായിട്ട് സ്വീകരിക്കുന്നത്. വെൻ ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഡൈ ദേ ഡീകമ്പോസ്. പ്ലാന്റ്സും ആനിമൽസും ഡൈ ആയി കഴിയുമ്പോഴേക്കും ഡീകമ്പോസ് ചെയ്യും. വീണ്ടും ആ ഫോസ്ഫറസ് മണ്ണിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. മണ്ണിലേക്ക് എത്തിച്ചേരും, അതായത് സമയം തന്നെ വാട്ടർ ബോഡീസിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അത് ആരുപയോഗിക്കുന്നുണ്ട്? ആ മണ്ണിലുള്ള പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിലേക്ക് എത്തിച്ചേരുന്നു. വാട്ടർ ബോഡിയിലാണെങ്കിലോ വാട്ടർ ബോഡിയിലുള്ള ഓർഗാനിസംസ്, പ്ലാങ്ക്ടൺസ് പോലെയുള്ളവയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ അതിൽ കാണപ്പെടുന്ന അതർ അക്വാട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, അവ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സർക്കുലേഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്ഫറസ് സൈക്കിളിൻ്റെ പ്രധാന സോഴ്സ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോക്ക് തന്നെയാണ്. റോക്കിൽ ഡീകമ്പോസിഷൻ വെതറിങ് നടക്കും. വെതറിങ് നടന്നു കഴിയുമ്പോഴേക്കും ഫോസ്ഫറസ് റിലീസ് ആകും. അത് വെള്ളത്തിൻ്റെ സഹായത്തോടെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്നെങ്കിൽ സോയിലിൽ വരും, അല്ലെങ്കിൽ നേരെ വാട്ടർ ബോഡീസിലേക്ക് പോകും. ആ സോയിലിലാണ് പോകണമെങ്കിൽ സോയിലിലെ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു. പ്ലാന്റ്സിൽ നിന്നും ഇത് പിന്നെ ആനിമൽസിലേക്കും അതുപോലെ മനുഷ്യരിലേക്കും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. വാട്ടർ ബോഡീസിലാണെങ്കിൽ എന്ത് ചെയ്യും? ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഫൈറ്റോ പ്ലാങ്ക്ടൺ ആരാ കഴിക്കുന്നത്? ഫിഷ് കഴിക്കുന്നുണ്ട്. അതങ്ങനെ അതിൻ്റെ ആ ഫുഡ് ചെയിനിലൂടെ അതങ്ങനെ ട്രാൻസ്ഫർ ആയിപ്പോകുന്നു. ഇവയെല്ലാം ഡെഡായി കഴിയുമ്പോഴേക്കും
അത് മണ്ണിലാണെങ്കിൽ ഇപ്പം മണ്ണിലുള്ള ടെറസ്ട്രിയലുള്ളവരാണെങ്കിൽ ടെറസ്ട്രിയലിൽ വന്ന് അത് അടിഞ്ഞുകൂടും. ഇപ്പം അക്വാട്ടിക്കിലുള്ളവയാണെങ്കിൽ അക്വാട്ടിക്കിൽ വന്ന് അത് അടിഞ്ഞുകൂടും. അതിനുശേഷം അതിൽ നിന്നും വീണ്ടും ഈ ഫോസ്ഫറസൊക്കെ റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യപ്പെടുന്ന ഫോസ്ഫറസ് വീണ്ടും പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു, ആനിമൽസ് ഉപയോഗിക്കുന്നു. ഇത് തന്നെ തുടർന്നു. ഇനി അവിടെ സെഡിമെൻറ്റേഷൻ സംഭവിച്ച് അടിഞ്ഞുകൂടി അത് പിന്നീട് ഭാവിയിൽ എന്തായിട്ട് മാറാം? ആ ഒരു ഡെഡ് ബോഡി ഭാവിയിൽ ഒരു റോക്കായിട്ട് മാറാം. ആ വീണ്ടും അപ്പോൾ റോക്കായിട്ട് മാറി കഴിയുമ്പോൾ ആ ഫോസ്ഫറസ് ആ റോക്കിനുള്ളിൽ ലോക്കായില്ലേ. പിന്നെ ആ ഫോസ്ഫറസ് ആ റോക്കിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്താണ്? വീണ്ടും വെതറിങ്ങിന് കാരണമായി തീരണം. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സർക്കുലർ രീതിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്തതാണ് സൾഫർ സൈക്കിൾ. സൾഫർ സൈക്കിൾ മൂവ് ചെയ്യുന്നത് റോക്ക്, വാട്ടർ ബോഡീസ്, ലിവിങ് ഓർഗാനിസംസ്. നമ്മൾ നേരത്തെ ഫോസ്ഫറസ് സൈക്കിളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇത്രയും മെറ്റീരിയൽ കൂടിയാണ് ഈ ഫോസ്ഫറസ് സൈക്കിളും പാസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് സൈക്കിൾ നടക്കുന്നതെന്ന് നോക്കാം. Phosphorus is released into the atmosphere by weathering of rock and is converted to sulfate. അപ്പോൾ ഇവിടത്തെ പോലെ തന്നെ റോക്കിലാണ് ഈ സൾഫറും ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ പാറ പൊടിയുന്നതിൻ്റെ ഫലമായിട്ട് സൾഫർ റിലീസ് ആകും. അത് നേരെ സൾഫേറ്റ് എന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സൾഫേറ്റിനെ മൈക്രോ ഓർഗാനിസംസ് എടുക്കുന്നുണ്ട്, പ്ലാന്റ്സും എടുക്കുന്നുണ്ട്. ഇവ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നേരെ ഓർഗാനിക് ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. അതായത് ഓർഗാനിക് സൾഫറായിട്ട് മാറും. ഈ ഓർഗാനിക് സൾഫർ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഈ പ്ലാന്റ്സിനെ കഴിക്കുന്ന ആനിമൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ അത് ഫുഡ് ചെയിനിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇതുപോലെ തന്നെ ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഡൈ ആയി കഴിയുമ്പോഴേക്കും ഡീകമ്പോസേഴ്സ് ആക്ട് ചെയ്യും. ഡീകമ്പോസേഴ്സ് ആക്ട് ചെയ്യുമ്പോഴേക്കും സൾഫർ ഇവരുടെ ബോഡിയിൽ നിന്നും സോയിലിലേക്ക് റിലീസ് ആവുന്നു. എന്നിട്ട് ഈ സൈക്കിൾ അത് ഈ സൾഫർ സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. സോയിൽ വന്നു കഴിയുമ്പോൾ പ്ലാന്റ്സ് എടുക്കുമല്ലോ, വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ സൾഫർ സൈക്കിളും സെഡിമെൻ്ററി സൈക്കിളിനൊരു എക്സാമ്പിളാണ്. ഇനി ഈ സൾഫർ സൈക്കിളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇംപെർഫെക്റ്റ് സൈക്കിളിനും കൂടി ഒരു എക്സാമ്പിളാണ് ഇംപെർഫെക്റ്റ് സൈക്കിൾ. കാരണം അത് ആ സൈക്കിള് കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് സർക്കുലർ രീതിയിൽ വരില്ല, ഇടയ്ക്ക് വെച്ച് സ്കിപ്പാകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ഇംപെർഫെക്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന ആ വീഡിയോയിൽ, അതായത് ബയോജിയോ കെമിക്കൽ സൈക്കിളിൽ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ പെർഫെക്റ്റ് സൈക്കിളും ഇംപെർഫെക്റ്റ് സൈക്കിളൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കൂടി ഒന്ന് കാണുക. ഇനി നമുക്ക് എങ്ങനെയൊക്കെ MCQs ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നൈട്രജൻ സൈക്കിളിനെ കുറിച്ചിട്ടായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നൈട്രജൻ സൈക്കിളും എല്ലാവരും കണ്ട് പഠിക്കുക. അതും കൂടി അതിൽ വരുന്ന ഓർഗാനിസംസിൻ്റെയൊക്കെ പേര് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഒരുപാട് ഓർഗാനിസംസ് അത് കാണുന്നുണ്ട്, നൈട്രോബാക്ടർ പോലെയുള്ളവയൊക്കെ. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ആർ ഓൾസോ നോൺ ആസ്. ബയോജിയോ കെമിക്കൽ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണെന്ന് നോക്കുന്നത്. അത് മെറ്റീരിയൽ സൈക്ലിംഗ് എന്നുകൂടി ബയോജിയോ കെമിക്കൽ സൈക്കിളിനെ പറയും. കാരണം മെറ്റീരിയൽസാണ് ഈ സൈക്ലിങ്ങിന് വിധേയമാകുന്നത്. അതുകൊണ്ടാണ് മെറ്റീരിയൽ സൈക്ലിംഗ് എന്ന് പറയുന്നത്. ഗേഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്. അത് ഗേഷ്യസ് ഫോമിൽ ഈ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഗേഷ്യസ് സൈക്കിൾ എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും എഴുതരുത്. സെഡിമെൻ്ററി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എഴുതരുത്. കാരണം ഈ ബയോജിയോ കെമിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് അതിൽ ഗേഷ്യസ് ഫോമിലാണോ എപ്പോഴും ട്രാൻസ്ഫർ നടക്കുന്നത്? അല്ല. സെഡിമെൻ്ററി ഫോമിലാണോ നടക്കുന്നത്? അല്ല. മെറ്റീരിയൽസിൻ്റെ സൈക്ലിങ്ങാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് മെറ്റീരിയൽ സൈക്ലിംഗ് എന്ന് പറയാൻ കാരണം. ഈ സോഡിയം, പൊട്ടാസ്യം അല്ലെങ്കിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ ഇതൊക്കെ ഇപ്പോൾ മെറ്റീരിയൽസ് ആണല്ലോ. അവയുടെ സൈക്ലിംഗ് ആയതുകൊണ്ടാണ് മെറ്റീരിയൽ സൈക്ലിംഗ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നോക്കാം. വിച്ച് വൺ ഈസ് സെഡിമെൻ്ററി സൈക്കിൾ. അപ്പോൾ നമ്മൾ സെഡിമെൻ്ററി സൈക്കിൾ എന്താണ്, എത്ര തരമുണ്ടെന്ന് പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓപ്ഷനിൽ നിന്നും ഒരു സെഡിമെൻ്ററി സൈക്കിളും ഗേഷ്യസ് സൈക്കിളും നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷനാണ് പെർഫെക്റ്റ് സൈക്കിൾ എന്താണ്, ഇംപെർഫെക്റ്റ് സൈക്കിൾ എന്താണെന്ന്. അതിൻ്റെ എക്സാമ്പിൾസും ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വിച്ച് വൺ ഈസ് സെഡിമെൻ്ററി സൈക്കിളിലെ ഓപ്ഷനാണ്. 1 ഓക്സിജൻ, 2 ഹൈഡ്രജൻ, 3 ഫോസ്ഫറസ്, 4 നൈട്രജൻ. ഇവിടെ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാം ഫോസ്ഫറസ്. ബാക്കിയെല്ലാം
ഗേഷ്യസ് ഫോമിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ ഗേഷ്യസ് സൈക്കിളാണ് ഉദാഹരണം. ഇനി ഫോസ്ഫറസ് സൈക്കിൾ ലാക്സ് ഡാഷ് കമ്പോണൻറ്റ്. ഫോസ്ഫറസ് സൈക്കിളിൽ ഇല്ലാത്തൊരു കമ്പോണൻറ്റ് ഏതാണ്? അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റാണ് ഇല്ലാത്തത്. ബാക്കി എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ ഫോസ്ഫറസ് എത്തുന്നില്ല. ബാക്കി സോയിലിൽ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രസൻസ് ഉണ്ട്. നമുക്ക് എഴുതാം ലിത്തോസ്ഫിയറിൽ. പിന്നെ അക്വാട്ടിക് റീജിയനിൽ ഫോസ്ഫറസിൻ്റെ പ്രസൻസ് ഉണ്ട്. പിന്നെ റോക്കിൽ ഫോസ്ഫറസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇത്ര സ്ഥലങ്ങളിൽ ഫോസ്ഫറസിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. എക്സെപ്റ്റ് എവിടെ? അറ്റ്മോസ്ഫിയറിൽ ഒഴികെ. കാരണം ഫോസ്ഫറസ് സൈക്കിൾ ഒരു സെഡിമെൻ്ററി സൈക്കിളാണ്. സെഡിമെൻ്ററി സൈക്കിൾസിന് ഒരിക്കലും അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഓപ്ഷൻ എ, atmosphere is the major reservoir for plants. Nitrogen is the most abundant nutrients for plants. Nitrogen cycle is a sedimentary cycle. All. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ്? നൈട്രജൻ സൈക്കിൾ ഇസ് എ സെഡിമെൻ്ററി സൈക്കിൾ. അത് തെറ്റായിട്ടുള്ള ആൻസറാണ്. നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗേഷ്യസ് സൈക്കിളാണ്. നൈട്രജൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിലാണ്. ഇനി നൈട്രജൻ ഈസ് ബി ഓപ്ഷൻ നോക്കാം. നൈട്രജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് ന്യൂട്രിയൻറ്റ് ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ അല്ല. അപ്പോൾ ആ ഉത്തരം തെറ്റാണ്. പിന്നെ എന്താണ്? അറ്റ്മോസ്ഫിയർ ഈസ് ദ മേജർ റിസർവർ ഫോർ പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ മേജർ റിസർവർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ. അത് കറക്റ്റാണ്. കാരണം പ്ലാന്റ്സിൻ്റെ എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം മെജോറിറ്റിയും കാണപ്പെടുന്ന അന്തരീക്ഷത്തിലാണ്. ഫസ്റ്റ് വൺ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഓക്സിജൻ, പിന്നെ നൈട്രജൻ, ഇവയെല്ലാം തന്നെ, പിന്നെ വാട്ടർ, ഇവയെല്ലാം തന്നെ കാണപ്പെടുന്നത് എവിടെയാണ്? അന്തരീക്ഷത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മേജറായിട്ടുള്ള ഒരു റിസർവോയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നൈട്രജൻ ഈസ് അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഇൻ ദ ഫോം ഓഫ്. നൈട്രജനെ ഏതൊക്കെ രൂപത്തിലേക്ക് പ്ലാന്റ്സിന് സ്വീകരിച്ചെടുക്കാനായിട്ട് പറ്റും എന്നാണ്. അപ്പോൾ നൈട്രജനെ സ്വീകരിച്ചെടുക്കാൻ പറ്റുന്നത് അമോണിയത്തിൻ്റെ രൂപത്തിൽ നൈട്രജനെ സ്വീകരിക്കാം പ്ലാന്റ്സിന്. നൈട്രൈറ്റ്സ് ആയിട്ട് എടുക്കാം, സ്വീകരിക്കാം. അതുപോലെ നൈട്രേറ്റ് ആയിട്ടും സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഓൾ എന്നത് കറക്റ്റായത്. ഈ പറഞ്ഞിരിക്കുന്ന 3 രൂപത്തിലുള്ള നൈട്രജനെയും പ്ലാന്റിന് സ്വീകരിക്കാം. നൈട്രജൻ N3 എന്ന ഫോമിൽ, അതായത് നൈട്രജൻ ആസ് N3 അതായിട്ട് ഒരിക്കലും പ്ലാന്റ്സിന് സ്വീകരിക്കാം. അല്ലെങ്കിൽ നൈട്രജൻ എന്ന മൂലകത്തെ അങ്ങനെ തന്നെ സ്വീകരിക്കാൻ പറ്റില്ല പ്ലാന്റ്സിന്. നൈട്രജൻ്റെ മറ്റു മാറ്റങ്ങളിൽ വന്നേക്കുന്നത്, അതായത് അമോണിയ, നൈട്രേറ്റ്സ് അവയൊക്കെ ആയിട്ട് നൈട്രജനെ സ്വീകരിക്കാനായിട്ട് പ്ലാന്റ്സിന് പറ്റും. ഇനി നൈട്രജൻ ഫിക്സേഷൻ ഇസ് എ കൺവേർഷൻ ഓഫ്. നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ കൺവേർഷനാണ്? അതിൽ N2 എന്ന് പറയുന്നത് അമോണിയ ആയിട്ട് മാറുന്ന പ്രോസസ്സാണ്. അമോണിയയാണ്. NH3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയയാണ്. അതിൽ N2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് മിക്സ് ചെയ്തിട്ട് 3 ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് മിക്സ് ചെയ്തിട്ട് അമോണിയ ആകുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആ നൈട്രജൻ ഫിക്സേഷനിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നുണ്ട്. ആ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്ന് പറയുന്നത് റൈസോബിയം, കൊളസ്ട്രിയം, അസിറ്റോബാക്ടർ, അങ്ങനെ പല പേരിലുള്ളതുകൊണ്ട് അപ്പോൾ അവയുടെ പ്രവർത്തന ഫലമായിട്ടാണ് N2 NH3 ആയിട്ട്, അതായത് അമോണിയ ആയിട്ട് മാറുന്നത്. അതാണ് നൈട്രജൻ ഫിക്സേഷൻ. ഇനി ഇമ്പോർട്ടൻറ്റ് എൻസൈംസ് ഇൻവോൾവ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ ആർ. നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജനേസ് എൻസൈം, അതുപോലെ ഹൈഡ്രോജനേസ് എൻസൈം. ഹൈഡ്രോജനേസ് എൻസൈം വരുന്നത് ഹൈഡ്രോജൻ്റെ അഡീഷൻ വരുന്നതുകൊണ്ടാണ് നൈട്രോജനേസ് എൻസൈം കാണപ്പെടുന്നത് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയയിലാണ്. അവയാണ് യഥാർത്ഥത്തിൽ NH3 ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ള ഒരേ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് നൈട്രജൻ സൈക്കിളാണ്. അവിടെയാണ് കൂടുതലായിട്ട് ഇതുപോലെ എൻസൈംസിൻ്റെ ഇൻവോൾവ്മെൻ്റൊക്കെ വരുന്നത്. അപ്പോൾ ആ സൈക്കിളും കൂടി എല്ലാവരും കാണുക, പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനാണ്, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിങ് സയാനോ ബാക്ടീരിയ ആർ നോട്ട് പ്രസൻറ്റ് ഇൻ. അത് നൈട്രജൻ ഫിക്സേഷൻ 2 തരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനുണ്ട്, ഒന്ന് നോൺ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷനുണ്ട്. ഇവിടെ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ആ
സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സ്, ആ ബാക്ടീരിയകൾ ജീവിക്കുന്നത് പ്ലാന്റ്സിൻ്റെയൊക്കെ ഉള്ളിലായിരിക്കും. പ്ലാന്റ്സിനെ അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും അവയ്ക്ക് ജീവിക്കുന്നത്. അപ്പം അങ്ങനെ ജീവിക്കുന്ന ബാക്ടീരിയയ്ക്ക് ഒരു എക്സാമ്പിളാണ് സയാനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. ആ സയാനോ ബാക്ടീരിയ എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അസോള, ഓപ്ഷൻ ബി നീക്തം, ഓപ്ഷൻ സി ആന്തോസെറസ്, ഓപ്ഷൻ ഡി സൈക്കസ്. അപ്പോൾ ഇതിൽ അത് പ്രസൻ്റ് ആകാത്തത് ഓപ്ഷൻ ബി നീറ്റത്തിൽ മാത്രമാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളത്. ബാക്കി അസോളയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്, ആന്തോസെറസിൽ കാണപ്പെടുന്നുണ്ട്, സൈക്കസിൽ കാണപ്പെടുന്നുണ്ട്. ഇത് അസോളയിൽ ഈ സയാനോ ബാക്ടീരിയ ധാരാളമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെയാണ് അതൊരു വളമായിട്ട് ഉപയോഗിക്കുന്നത്, അസോള പായൽ ഒരു വളമായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ATP ആർ റിക്വയർഡ് ടു ഫിക്സ് 1 മോളിക്യൂൾ ഓഫ് നൈട്രജൻ. 1 മോളിക്യൂൾ ഓഫ് നൈട്രജനെ ഫിക്സ് ചെയ്യാൻ ആവശ്യമായ ATPയുടെ എത്രയെന്ന്. 16 ATP ആണ് ഒരു മോളിക്യൂൾ ഓഫ് നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്ന ATP. അടുത്ത ക്വസ്റ്റ്യനാണ് അമോണിഫിക്കേഷൻ ഇസ് ദ ഫോർമേഷൻ ഓഫ്. ഈ നൈട്രജൻ സൈക്കിളിലെ ഡിഫറെൻറ്റ് സ്റ്റെപ്പുണ്ട്. അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ, പിന്നെ ലോക്ട് നൈട്രജൻ്റെ യൂസേജ്, അസിമുലേഷൻ. ഇത്ര എന്ന് പറയുന്നത് നൈട്രജൻ സൈക്കിളിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. അപ്പോൾ സ്റ്റെപ്പുകളിലെ ഒരു സ്റ്റെപ്പാണ് അമോണിഫിക്കേഷൻ. അമോണിഫിക്കേഷനിൽ അമോണിയയുടെ ഫോർമേഷനാണ്. ഈ അമോണിയ ഫോം ചെയ്യുന്ന എവിടെ നിന്നാണെന്ന്, അമിനോ ആസിഡ്സിൽ നിന്നാണ് അമോണിയ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. കാരണം ഓർഗാനിസംസ് ഡൈ ആയി കഴിയുമ്പോഴേക്കും അവയുടെ ബോഡിയിൽ നിന്നും പ്രോട്ടീൻസ് റിലീസ് ചെയ്യും. ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡ് വെച്ചാണല്ലോ. പിന്നീടാണ് ഹെട്രോട്രോഫിക് ബാക്ടീരിയയുടെയും ആക്ടിനോമൈസിഡ്സിൻ്റെയും അല്ലെങ്കിൽ ഫംഗി പോലുള്ളവയുടെയൊക്കെ എൻസൈംസിൻ്റെ അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില എൻസൈംസിൻ്റെയൊക്കെ ആക്ടിവിറ്റി മൂലമാണ് അമിനോ ആസിഡിൽ നിന്നും അമോണിയ ഉണ്ടാകുന്നത്. ആ പ്രോസസ്സാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കൺവേർഷൻ ഓഫ് നൈട്രേറ്റ്സ് ടു നൈട്രജൻ ഈസ് കോൾഡ് ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ കണ്ടു അമോണിഫിക്കേഷൻ എന്താണെന്ന്, അമോണിയ ഫോർമേഷൻ അമിനോ ആസിഡിൽ നിന്നും. ഇനി നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ അല്ലെങ്കിൽ അമോണിയ എന്ന് പറയുന്നത് നൈട്രൈറ്റ് ആയിട്ട് മാറും. ആ നൈട്രേറ്റ് എന്ന് പറയുന്നത് നൈട്രേറ്റ് ആയിട്ട് മാറും. ഇത്രയും നടക്കുന്ന ആ ഒരു രൂപമാറ്റമാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഡീനൈട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നൈട്രിഫിക്കേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നൈട്രേറ്റ്സ് പിന്നീടത് നൈട്രജനായിട്ട് തിരിച്ചു മാറും. ആ തിരിച്ചു മാറുന്ന പ്രോസസ്സാണ് ഡീനൈട്രിഫിക്കേഷൻ. നൈട്രിഫിക്കേഷന് മുമ്പിൽ ഡീനൈട്രിഫിക്കേഷൻ എന്ന് ഓർത്താൽ മതി. അതിൽ ഹെൽപ്പ് ചെയ്യുന്ന ചില സ്പീഷീസ് ഓഫ് ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസ് ഈ ഡീനൈട്രിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബാക്ടീരിയയാണ്. ഇനി അടുത്താണ് കൺവേർഷൻ ഓഫ് നൈട്രൈറ്റ്സ് ടു നൈട്രേറ്റ് ഈസ് ഹെൽപ്പ് ബൈ. നൈട്രൈറ്റിൽ നിന്നും നൈട്രേറ്റായിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നൈട്രോകോക്കസ്, രണ്ടാമത്തേത് ക്ലോസ്ട്രിഡിയം, 3 നൈട്രോബാക്ടർ ആൻഡ് 4 നൈട്രോസോമോണസ്. ഇവിടെ ആൻസർ നൈട്രോബാക്ടറാണ്. നൈട്രോബാക്ടർ ബാക്ടീരിയനെ പ്രധാനമായിട്ടും ഈ കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്നത്, നൈട്രൈറ്റ്സിനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന കൺവേർഷനെ പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രോബാക്ടർ ബാക്ടീരിയയാണ്. നൈട്രോസോമോണാസ് ആണ് അമോണിയയിൽ നിന്നും നൈട്രൈറ്റ് ആക്കി മാറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇനി കൺവേർഷൻ ഓഫ് അമോണിയ ടു നൈട്രേറ്റ് ആൻഡ് ദെൻ ടു നൈട്രേറ്റ് ഈസ് നോൺ ആസ് എന്താണെന്നാണ്. അതായത് ആദ്യം അമോണിയ ഉണ്ടാകുന്നു, അമോണിയയിൽ നിന്ന് നൈട്രൈറ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം നൈട്രേറ്റ് ഉണ്ടാകുന്നു. ഇത്രയും പ്രോസസ്സിന് എന്ത് പേര് വിളിക്കുമെന്നാണ്. ഓപ്ഷൻ എ അമോണിഫിക്കേഷൻ നമ്മൾ കണ്ടു, അമോണിഫിക്കേഷൻ അല്ല. ഡീനൈട്രിഫിക്കേഷൻ ഓപ്ഷൻ ബി അതല്ല. ഓപ്ഷൻ സി അസിമുലേഷൻ അല്ല. ഓപ്ഷൻ ഡി നൈട്രിഫിക്കേഷനാണ് ആൻസർ. നൈട്രേറ്റ് ഉണ്ടാകുന്ന പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ബയോജിയോ കെമിക്കൽ സൈക്കിളിൻ്റെ ഒരു ഔട്ട്ലൈനാണ് കണ്ടത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാനൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും കാണുക. ഈ ക്വസ്റ്റ്യൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ടും. ഇത്തരം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളൂ ഈ
ബയോജിയോ കെമിക്കൽ സൈക്കിൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നമുക്ക് നേടാൻ സാധിക്കും. 1 മാർക്ക് തന്നെ 2-3-4 റാങ്കിന് മുന്നിലേക്ക് പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമിൽ 1 മാർക്ക് വരെ. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്